കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇപ്പം ടി വിയൊക്കെ കണ്ട് വാർത്തയൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ വെക്കേഷനൊക്കെ ആയെന്ന് തോന്നുന്നു. ഇന്നത്തെ വിശേഷങ്ങളാണ് പറയുന്നത്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ജോലിയൊക്കെ തീർത്ത് ഞാൻ ഒരു പ്രശ്നത്തിലാണെന്ന് എല്ലാവരുടെ അടുത്തും മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു. എൻ്റെ മുടിയുടെ പ്രശ്നമാണ്. മുടി നല്ല കൊഴിയുന്നുണ്ട്. അത് വളരുന്നതിന് പലതും ചെയ്തിട്ടും വലിയ മാറ്റമൊന്നും കാണുന്നില്ല. അകത്തോട്ട് കുറേ മുടിയെല്ലാം പൊഴിഞ്ഞു പോയി, അത് വളരുന്നില്ല. അങ്ങനെ ഇന്ന് ഒരു അമ്പലത്തിൽ പോയപ്പോൾ ആ അമ്പലത്തിൽ വെച്ചൊരു ചേച്ചിയെ കണ്ടു. ചേച്ചി പറഞ്ഞു, നമ്മുടെ കൊല്ലത്ത് PT പിള്ള ആ ഹോസ്പിറ്റലിൽ പോയ ഇതിന് നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ടെന്ന്. അങ്ങനെ ഇന്ന് അതിനൊരു അവസരം വന്നപ്പോൾ ഇന്ന് അവധിയല്ലായിരുന്നു. അത് കാരണം ഇന്ന് ഞാൻ അതിന് പോയി. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. രാവിലെ 5 മണിക്ക് ചെന്ന് ടോക്കൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഇങ്ങ് വരാം. അല്ലെങ്കിൽ ഒരുപാട് സമയം വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് നമ്മൾ അങ്ങ് പോസ്റ്റ് ആവും. നമ്മൾ അത്ര തിരക്കാണ്. അത്ര നല്ല ഡോക്ടർ, അത് കാരണം നല്ല തിരക്കാണ്. അങ്ങനെ ഇന്ന് മണിക്കൂറുകളോളം ഞാൻ അവിടെ ഇരുന്ന് എന്തായാലും കണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ഇരുന്ന വിശേഷങ്ങളാണ് പറയുന്നത്. നല്ല റോഡ് സൈഡിനാണ്, നല്ല അറേഞ്ച്മെൻറ്റൊക്കെ ഉണ്ട്. നല്ല നടുവിന് നല്ല റെസ്റ്റ് കിട്ടുന്ന കണക്കുള്ള പിന്നെ ബെഞ്ചൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ നല്ല നല്ല ഫാനും എല്ലാം ഉള്ളത് കാരണം ചൂടൊന്നും നമുക്കത്ര അറിയത്തില്ല. പിന്നെ വല്ല വെള്ളമോ ജ്യൂസൊക്കെ കുടിക്കണമെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു കടയും ഉണ്ട്. അങ്ങനെ കുറേ സമയം ഇരുന്നപ്പോഴാണ് ഒരു ഭാഗ്യക്കുറി വിൽക്കുന്ന ഒരാൾ വന്നത്. ആ പുള്ളിയെ കണ്ടപ്പോൾ ഒരു വീഡിയോ ഞാൻ എടുത്ത് ഇടുകയും ചെയ്തു. കാരണം ആ വ്യക്തിയെ നിങ്ങൾ എല്ലാവരും കാണണം. ആ വ്യക്തി സാധാരണ നമ്മളെ റോഡിലൂടെയൊക്കെ ഭാഗ്യക്കുറി കച്ചവടം നടത്തുന്ന കണക്കുള്ള ഒരു വ്യക്തിയായിട്ടല്ല തോന്നിയത്. തലയിലൊരു തൊപ്പിയൊക്കെ വെച്ച് ഒരു വെറൈറ്റി ക്യാരക്ടർ. തൊപ്പിയൊക്കെ വെച്ച് മാസ്കൊക്കെ വെച്ച് ഒരു കൂളിംഗ് ഗ്ലാസും പിന്നെ ഒരു പാൻസും ഷർട്ടും ഒക്കെ ഇട്ട് നല്ല ഒരു ജെൻറ്റിൽമാനായിട്ട് ഭാഗ്യക്കുറിയുടെ ടിക്കറ്റും നല്ല പുള്ളി ഇങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് വന്ന് ഓരോരുത്തരുടെ അടുത്തും വന്ന് നല്ല ക്യാൻവാസിങ് നടത്തുന്നു. പറയുന്നുണ്ട്, ഈ ടിക്കറ്റ് ഇന്ന് 30 രൂപയ്ക്ക് അല്ലെങ്കിൽ 40 രൂപയ്ക്ക് എടുത്താൽ ഇന്ന് വൈകിട്ട് നിങ്ങൾ കോടീശ്വരനാകുക, അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷാധിപതിയാവുമെന്നെല്ലാം പറഞ്ഞ് നമ്മളെ നല്ല മോട്ടിവേറ്റ് ചെയ്താണ് ഇത് ഇങ്ങനെ വിൽപ്പന നടത്തുന്നത്. അങ്ങനെ കൂട്ടത്തിലിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ അത് വാങ്ങിക്കുകയും ചെയ്തു. പിന്നെ അങ്ങനെ പലരും അത് വാങ്ങി. ആ പുള്ളിയുടെ വീഡിയോ ഞാൻ ഇട്ടു, എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ഓരോ സെക്ഷനായിട്ടാണ് ടോക്കണൊക്കെ ഉള്ളത്. തലേന്ന് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നത്, പിന്നെ അവിടെ ചെന്ന് ബുക്ക് ചെയ്യുന്നത്, പിന്നെ എമർജൻസി ആയിട്ട് കാണണമെങ്കിൽ അങ്ങനെ പലതരത്തിൽ. അത് കാരണം ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഒരുപാട് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഇന്നത്തെ കാര്യം അതാണ്. ഇന്ന് അതിനെല്ലാം പോയി വൈകിട്ടാണ് വന്നത്. പിന്നെ 2 ഡേയ്സ് അവധി ആയതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ട്രിപ്പൊക്കെ പോയി കാണും. പലരും പോയിട്ട് എത്തിയില്ല. പോയ ടീമുകൾ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. എല്ലാ കൂട്ടുകാർക്കും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.